ഹലോ ഗായ്സ്, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടൊരു കോളിഫ്ലവർ ഫ്രൈ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 1/2 കിലോളം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രത്തിൽ നിറയെ തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കോളിഫ്ലവർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 10-15 മിനിറ്റ് ഇത് ഈ ചൂടുവെള്ളത്തിൽ തന്നെ വെക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് പതുക്കെ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. വെള്ളം എല്ലാം നല്ലതുപോലെ പോയി എന്ന് ഉറപ്പുവരുത്തിയിട്ട് നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു നുള്ള് ഗരം മസാല, പിന്നെ ഒരു സ്പൂണ് ചിക്കൻ പൊടി കൂടി നമുക്ക് ആഡ് ചെയ്യാം. ചിക്കൻ മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ നമുക്കൊരു 4-5 സ്പൂണോളം മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും പൊടികൾ ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം, സാധാ വെള്ളം ഉപയോഗിച്ചിട്ട് ഈ പൊടികൾ ആദ്യം ഒന്ന് നന്നായി കുഴമ്പ് രൂപത്തിൽ കുഴച്ചെടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കോളിഫ്ലവറുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഈ മസാല എല്ലാ ഭാഗത്തും നല്ലതുപോലെ ആവുന്ന തരത്തിൽ നന്നായിട്ട് നമുക്ക് ഇതാകെ ഒന്ന് മൊത്തത്തിൽ പുരട്ടി കൊടുക്കാം. നല്ലതുപോലെ മാഗ്നേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. പിന്നീട് ഒരു ചട്ടിയിൽ നമുക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഓയിൽ നല്ലതുപോലെ ചൂടാവുമ്പോൾ നമുക്ക് ഈ കോളിഫ്ലവർ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയുടെ മൂപ്പിനനുസരിച്ച് നമ്മളിതിൻ്റെ വേവിനനുസരിച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളത് തിരിച്ചു മറിച്ചൊക്കെ നല്ലതുപോലെ ഇളക്കിയാൽ മതി. ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇപ്പം ഇത് നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.